വി ഡി സതീശന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വന്ദേ മാതരം മുഴുവനായും ആലപിച്ചത് വിമർശിക്കപ്പെട്ടിരുന്നു. 1937 മുതൽ ആദ്യ 2 ഖണ്ഡികയെ മാത്രം അംഗീകരിച്ച കോൺഗ്രസ് നിലപാടിൽ വെള്ളം ചേർത്തോ എന്നതായിരുന്നു പ്രധാന വിമർശനം. പക്ഷേ ഇന്ന് ലോക്ഭവന്റെ നിർദ്ദേശത്തെ മറികടന്ന് ആദ്യ 2 ഖണ്ഡിക മാത്രമാണ് സഭയിൽ വായിക്കുന്നത്. സംഘപരിവാർ നിലപാടിനോട് ചേർന്ന് നിൽക്കുന്നു വി ഡി സതീശൻ എന്നായിരുന്നു വലിയ ഒരു വിമർശനം. അതിൽ ഒന്ന് ലഘൂകരിക്കാൻ ഇന്നത്തെ ആ ഒരു നിലപാടുകൊണ്ട് സാധിച്ചോ സതീശന്? അല്ല, അത് പിന്നെ പ്രതിപക്ഷം കൂടി അംഗീകരിച്ചല്ലോ എന്ന് പിണറായി വിജയൻ തന്നെ പറഞ്ഞു. ഇന്ന് ചെയ്തതാണ് ശരി, അതാണ് സത്യപ്രതിജ്ഞാ ചടങ്ങിൽ നടന്നതല്ല ശരി, ഇന്ന് ചെയ്തതാണ്. അതിലേക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു എന്ന് പ്രതിപക്ഷം അവകാശപ്പെടുന്നുണ്ട്. റിയാസും മറ്റും അത് പറയുന്നുണ്ട്. ആയിക്കോട്ടെ, അവർ പറഞ്ഞിട്ടായാലും അല്ല, കേരളത്തിലെ പൊതുമണ്ഡലത്തിൽ തന്നെ ആ ഒരു അതിനോട് അങ്ങനെ ഒരു സമീപനം ഉള്ളതുകൊണ്ടും, അതായത് അത് മുഴുവൻ വായിക്കേണ്ടതില്ല, മുഴുവനും ആലപിക്കേണ്ടതില്ല എന്നൊരു സമീപനം പൊതു സമൂഹത്തിന് തന്നെ ഉള്ളതുകൊണ്ടും സംഭവിച്ചതാകാം. എന്തായാലും ഇന്നത്തതാണ് ശരി എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ എന്തിനാണ് വന്ദേ മാതരം ആലപിക്കുന്നത്? നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു ഗവർണർ ഉണ്ടായതുകൊണ്ട് മാത്രമാണ്. RSSകാരനായ ഒരു ഗവർണർ ഉണ്ടായതുകൊണ്ടാണ് നമുക്കിത് ആലപിക്കേണ്ടി വരുന്നത്. അല്ലെങ്കിൽ ഇത് ആലപിക്കേണ്ടി ഒന്നും വരില്ല. കാരണം ഇത് എല്ലായിടത്തും നിയമസഭയിലും പിന്നെ പാർലമെൻറ്റിലും ഒക്കെ ഇവർ രാഷ്ട്രപതിയും ഗവർണറും ഒക്കെ പങ്കെടുക്കുമ്പോൾ ആലപിക്കണമെന്നത് എവിടെയും ഒരു നിയമമില്ല, ഒരു സ്റ്റാറ്റ്യൂട്ടും ഇല്ല, ഒന്നുമില്ല. പകരം എന്താ ഉണ്ടായത്? കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഒരു ഉത്തരവിറക്കിയതാണ്. എക്സിക്യൂട്ടീവ് ഓർഡർ മാത്രമാണ്. ആ എക്സിക്യൂട്ടീവ് ഓർഡറിന് ഒരു തരത്തിലുള്ള ലീഗൽ ബൈൻഡിങ്ങും ഇല്ല. നിങ്ങൾക്ക് ചെയ്യാതിരിക്കാം. പക്ഷേ ഇവിടെ ആർലേക്കർ വന്ന് അത് അദ്ദേഹത്തിൻ്റെ പിന്നെ ചടങ്ങുകളിലൊക്കെ അത് വേണം എന്നുള്ള നിർബന്ധം പിടിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ അതിനോട് പിന്നെ സഹകരിച്ചു പോകാന്നുള്ള അർത്ഥത്തിൽ ആദ്യത്തെ 2 സ്റ്റാൻസ അല്ലേ ചൊല്ലുന്നു. ആ ചൊല്ലി ഇന്ന് അത് കറക്റ്റായി, അത് ശരിയാണ്. ആ 2 സ്റ്റാൻസയിൽ ഒരു കുഴപ്പമില്ല. അത് നേരത്തെ പറഞ്ഞ പോലെ 1937 കോൺഗ്രസ് സമ്മേളനത്തിൽ തീരുമാനിച്ചത് പ്രകാരം അങ്ങനെയാണ്. ആ 2 സ്റ്റാൻസ് മാത്രമേ പാടേണ്ടതുള്ളൂ, ദേശീയ ഗീതം എന്ന നിലയിൽ അംഗീകരിച്ചുകൊണ്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് ചെയ്യുന്നതിന് പിന്നെ അത് നിയമസഭയിൽ ഇപ്പോൾ അത് ചെയ്യേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? ഈ എക്സിക്യൂട്ടീവ് ഓർഡർ വന്നത് സമീപകാലത്താണ്. അല്ലാതെ കഴിഞ്ഞ സർക്കാരിൻ്റെ സമയത്ത് ഏതെങ്കിലും നിയമസഭാ സമ്മേളനത്തിൽ ഗവർണർ വരുന്ന ഒരു ചടങ്ങിൽ അത് വേണ്ടി വന്നിട്ടില്ല. ഫെബ്രുവരിയിലാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ അത് വേണ്ടി വരുന്നത്. ഇനി ചില എന്താ പറയുക, വിവരമില്ലാത്ത ആരെങ്കിലും അത് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഉണ്ടായില്ലല്ലോ, ഇപ്പോൾ ഈ സർക്കാർ വി ഡി സതീശൻ സംഖ്യ ആയതുകൊണ്ടാണ് ഇപ്പോൾ വേണ്ടി വന്നത് എന്നൊക്കെ പ്രചരിപ്പിക്കാൻ നിൽക്കുന്നുണ്ടെങ്കിൽ അവരുടെ അറിവിലേക്ക് പറയുകയാണ്, ഈ കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് തീരുമാനം വന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഗവർണറും രാഷ്ട്രപതിയും പങ്കെടുക്കുന്ന ചടങ്ങുകളിൽ പിന്നെ നാഷണൽ ആന്തത്തിന് മുമ്പായിട്ട്, അതായത് ദേശീയ ഗാനത്തിന് മുമ്പായിട്ട് ഈ ദേശീയ ഗീതം ആലപിക്കണമെന്ന് വന്നത്. അത് മുഴുവൻ ആലപിക്കണം എന്ന് തന്നെയായിരുന്നു ഓർഡർ. പക്ഷേ അത് വേണ്ട, തൽക്കാലം അത്രയും മതി എന്ന് തീരുമാനിക്കാനുള്ള ഒരു കെൽപ്പൊക്കെ ഉണ്ടാവുക എന്ന് പറയുന്നതാണല്ലോ ഒരു ഫെഡറൽ സംവിധാനത്തിനകത്ത് ഒരു സംസ്ഥാന സർക്കാരിനുള്ള ശക്തി. അപ്പോൾ അത് വേണം. ഇന്നത് വളരെ കറക്റ്റായി തന്നെയാണ് പോയത്, സംശയമില്ല. മാത്രമല്ല, പ്രതിപക്ഷത്ത് നിന്ന് റിയാസ് ഇന്നൊരു കാര്യം പറഞ്ഞു, വളരെ പ്രധാനപ്പെട്ട കാര്യം. അടുത്ത സ്റ്റാൻസ് വായിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ അവിടെ ഇരിക്കുമായിരുന്നു, ഞങ്ങൾ പിന്നെ അതിനോട് പ്രതിഷേധിച്ചിരിക്കുമായിരുന്നു അദ്ദേഹം പറഞ്ഞു. അത് വളരെ ശരിയാണ്. കാരണം അത് മാത്രമല്ല, വാർത്താ സമ്മേളനത്തിൽ പിണറായി വിജയൻ പറഞ്ഞു, ഏതാണ് ഇത് എഴുന്നേറ്റ് നിൽക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിട്ടല്ല, പിന്നെ പൊതുവിൽ എല്ലാവരും എഴുന്നേറ്റ സാഹചര്യത്തിൽ നമ്മൾ അത് പാലിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. 3ാമത്തെ സ്റ്റാൻസയിലേക്ക് കടന്നിരുന്നെങ്കിൽ ഇരിക്കുമായിരുന്നു എന്നാണ് പ്രതിപക്ഷത്തിന്. ഞാനതിനെ എനിക്ക് തംസ് കൊടുക്കാൻ തോന്നുന്ന കാര്യമാണത്. കാരണം 3ാമത്തെ സ്റ്റാൻസ വന്നിരുന്നെങ്കിൽ അവരവിടെ ഇരുന്നിരുന്നെങ്കിൽ ആ പ്രതിഷേധത്തിന് ഭയങ്കര അർത്ഥങ്ങൾ ഉണ്ടാവും. ഞാനും വളരെ പോസിറ്റീവായിട്ടാണ് ഇന്നത്തെ സംഭവത്തെ കാണുന്നത്. കാരണം ഈ വി ഡി സതീശൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരമേൽക്കുന്ന ദിവസം ഇത് മുഴുവൻ വായിച്ചപ്പോൾ അത് കൊണ്ട് നടന്ന് ഈ രാജ്യം മുഴുവൻ സംഘപരിവാറുകാർ ആഹ്ലാദ നൃത്തമാടുന്ന കണ്ടു. കാരണം നോൺ ഹിന്ദു നേതാക്കന്മാരെ പോലും ഹിന്ദു ഭക്തിഗാനത്തിൻ്റെ മുമ്പിൽ എഴുന്നേൽപ്പിച്ചു നിൽക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്ന തീവ്രമായിട്ടുള്ള അപരവിദ്വേഷത്തിൻ്റെ കുത്തൊഴുക്ക് നാം ആ ദിവസം കണ്ടു. എന്ന് മാത്രവുമല്ല, മുഹമ്മദ് റിയാസ് ഒരു വിമർശനം ഉന്നയിച്ച് രംഗത്ത് വരികയും ചെയ്തു. സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ വന്ദേ മാതരത്തിൻ്റെ മുഴുവൻ ഭാഗവും, കാരണം ഒരു സാഹോദര്യ സമൂഹത്തിൽ ആലപിക്കാൻ പ്രയാസമുള്ളതാണ് എന്ന് നെഹ്റു തന്നെ മുൻപ് രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു സംഗതി, അതിവിടെ പാടേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല എന്ന്. അത്തരമൊരു വിമർശനം ഗവൺമെൻറ്റിനെതിരെ ഉയർന്നു വരുമ്പോൾ അതിനോട് ചെവി കൊടുക്കാതിരിക്കുക എന്ന് പറയുന്നതാണ് കുഴപ്പം. ചെവി കൊടുക്കുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു? അടുത്ത പരിപാടി മുതൽ മുഴുവൻ പാടുന്നില്ല എന്ന് തീരുമാനമെടുക്കുന്നു. അപ്പോൾ സമൂഹത്തിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരു പ്രതിഷേധം അല്ലെങ്കിൽ അതിൻ്റെ ഒരു വിമർശനം, അതിനെ ഉൾക്കൊള്ളുന്ന ഒരു ഗവൺമെൻറ് എന്നത് നല്ല കാര്യമാണ്.
അപ്പോൾ ആ നിലയ്ക്ക് ശരിയാണ്, സർക്കാർ ആദ്യത്തെ മുഴുവൻ പാടി അന്ന് തടസ്സപ്പെടുത്താൻ അല്ലെങ്കിൽ തടയാൻ കഴിഞ്ഞില്ല. ഇന്ന് പക്ഷേ അത് മുഴുവൻ പാടുന്നില്ല എന്ന് തീരുമാനിക്കുന്നു. എന്നിട്ട് ഇന്നിപ്പോൾ CM-നോട് ചോദിക്കും, CM പറഞ്ഞ കാര്യമുണ്ട്, ഞങ്ങളൊരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് ചില ഐഡിയോളജിക്കൽ ഫ്രെയിം വർക്കുണ്ട്, അതിനകത്ത് നിന്നുകൊണ്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയൂ. ഒരു പാർട്ടി എന്ന നിലയ്ക്ക് മാത്രമല്ല, മുന്നണി എന്ന നിലയ്ക്കും ഞങ്ങൾക്ക് ഐഡിയോളജിക്കൽ ഫ്രെയിം വർക്കുണ്ട്. ഇന്നത്തെ നയപ്രഖ്യാപന പ്രസംഗം എടുക്കുക, അത് തുടങ്ങുമ്പോഴും അവസാനിക്കുമ്പോഴും നെഹ്റുവിൻ്റെ കോട്ട്സ് ഉപയോഗിച്ചിട്ടാണ് തുടങ്ങുകയും അവസാനിക്കുകയും ചെയ്യുന്നത്. നെഹ്റു 1948 അദ്ദേഹത്തിൻ്റെ ക്യാബിനറ്റ് നോട്ടിൽ എഴുതിയിട്ടുണ്ട്, ഇത് ദേശീയ ഗാനമാക്കാനോ എങ്ങനെ ഗാനമാക്കാൻ കഴിയില്ല, കാരണം ഇത് സാഹോദര്യത്തെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഒന്നാണ്. പ്രത്യേകിച്ച് മുസ്ലിം സമുദായങ്ങൾക്ക് പാടുമ്പോൾ അവരുടെ വിശ്വാസത്തെ വ്രണപ്പെടുന്ന ഘടകങ്ങൾ ഇതിനകത്തുണ്ട്, അത് നമുക്ക് വേണ്ട എന്നാണ്. അദ്ദേഹത്തിന് നേതൃത്വമുള്ള ഒരു കമ്മിറ്റി ഇത് മുഴുവനായി നമ്മൾ അഡോപ്റ്റ് ചെയ്യേണ്ടതില്ല എന്ന് തീരുമാനവും കൂടി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ കോൺഗ്രസിൻ്റെ നെഹ്റുവിൻ്റെ കാലം മുതലുള്ള നയം ഇത് മുഴുവൻ പാടാൻ കഴിയുന്നതല്ല, ഒരു ബഹുസ്വര സമൂഹത്തിനകത്ത് ആലപിക്കാൻ കഴിയാത്ത ഒന്നാണ്. അതുകൊണ്ട് അതിനെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ സർക്കാർ മുഖവിലേക്ക് എടുക്കുന്നു. ഇത് ദേശീയ ഗീതം എന്ന നിലയ്ക്ക് പാടിയേ പറ്റുമെന്ന് ആര് വാശി പിടിച്ചാലും അവരോട് പോയി വേറെ പണി നോക്കാൻ പറയുന്ന സംഗതിയാണ്. കാരണം നമ്മുടെ ഇതൊരു ബഹുസ്വര സമൂഹമാണ്, എല്ലാ മതജാതി വിഭാഗങ്ങൾക്കും ഒരേ പ്രിവിലേജും ഒരേ അവകാശവുമുള്ള ഒരു നാട് എന്ന നിലയ്ക്കാണ് നമ്മുടെ പൂർവ്വപിതാക്കന്മാർ ഇന്ത്യയെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതിനകത്ത് ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ ദൈവിക വിശ്വാസങ്ങളെ മാത്രം എടുത്തുദ്ഘോഷിക്കുന്ന പാട്ട് എല്ലാവരും കൂടി പാടണമെന്ന് പറയുന്നതിൽ ഒരു യുക്തിയില്ല, നീതിയില്ല, അത് അന്തസ്സില്ലാത്ത പരിപാടിയുമാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഭാഗം വേണ്ടതില്ല എന്നാണ് കോൺഗ്രസിൻ്റെ നിലപാട്. കോൺഗ്രസ്സാണ് ഈ മുന്നണിയിലെ മദർ പാർട്ടി. ഞങ്ങളത് പാടുന്നില്ല എന്ന് സതീശൻ എന്ന് കൃത്യമായിട്ട് പറഞ്ഞല്ലോ, ഇനി പാടില്ല, അത് ഞങ്ങളുടെ നയമാണ് എന്ന് മാത്രമല്ല, ഗവർണർക്ക് ആ കാര്യത്തിൽ അതൃപ്തിയുണ്ട്, അദ്ദേഹം എന്തോ ഒരു നോട്ട് അയച്ചിട്ടുണ്ടെന്ന് പറയുന്നു. അത് നിർബന്ധമുള്ള കാര്യമൊന്നുമില്ല, നിയമപ്രകാരം ജസ്റ്റ് ഒരു അഡ്വൈസറിയാണ്, ഒരു നിർദ്ദേശം നൽകിയിരിക്കുകയാണ് പാടാത്തതിൻ്റെ പേരിൽ. ശരിയാണ്, നിയമപരമായിട്ട് കോടതി തന്നെയും പറഞ്ഞിട്ടുണ്ട്, വന്ദേ മാതരം പാടുമ്പോൾ എഴുന്നേറ്റ് നിന്നില്ലെങ്കിൽ കൂടി ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മുടെ ഒരു നിയമമുണ്ടല്ലോ, പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട് നാഷണൽ ഹോണർ ആക്ട് എന്ന് പറയുന്ന നിയമമുണ്ട്, 1971 വന്നത്. ആ നിയമപ്രകാരം ആ നിയമത്തിൻ്റെ പരിധിയിൽ പോലും ഇത് വരില്ല. ഇത് പാടുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് നിന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ ശിക്ഷിക്കാനൊരു നിയമമില്ല. അതൊക്കെ വേറെ വല്ല അതിക്രിയയുടെ ഭാഗമായിട്ട് പോലീസ് ചെയ്താലേ ഉള്ളൂ, നിയമപരമായി നിൽക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് വന്ദേ മാതരത്തോട് കേരളത്തിലെ ഭരണപക്ഷവും പ്രതിപക്ഷവും നിങ്ങളുടെ ഈ പരിപാടി ഉണ്ടല്ലോ, അതായത് ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്ന ഒരു നാട്ടിൽ ഇതുകൊണ്ടൊന്ന് ഇറക്കിക്കളയാം എന്ന് പറഞ്ഞ പരിപാടി നടക്കില്ല എന്ന് ഒരുമിച്ച് പറയുന്നു. സർക്കാരിൻ്റെ നടപടിയെ പ്രതിപക്ഷ നേതാവും മുഹമ്മദ് റിയാസാണ്, പ്രത്യേകം മുഹമ്മദ് റിയാസിൻ്റെ പേരെടുത്ത് പറയണം. അദ്ദേഹം ആദ്യം ഈ ഇഷ്യൂ റേസ് ചെയ്തപ്പോൾ എല്ലാവരും ചുമ്മാ അനാവശ്യമായിട്ട് വിമർശിക്കുന്നു ഓർത്തു. അനാവശ്യ വിമർശനമല്ല, ഇങ്ങനെയൊക്കെയാണ് സംഘപരിവാർ ഓരോന്നും കുത്തിക്കയറ്റിക്കൊണ്ട് വരുന്നത്. നമുക്കിപ്പോൾ വേറെ നിവൃത്തിയില്ല, RS-കാരനായ ഒരാളായി പോയി നമ്മുടെ ഗവർണർ ഓഫീസിൽ ഇരിക്കുന്നത്, വേറെ നിവൃത്തിയില്ല, കാരണം അങ്ങനെ സംഭവിച്ചു പോയി. അപ്പോൾ അദ്ദേഹം ചില പരിപാടികളിട്ട് വരികയാണ്, അതിനെ പ്രതിരോധിക്കാവുന്നതിൻ്റെ മാക്സിമം പവറിൽ പ്രതിരോധിക്കുന്നതാണ് കണ്ടത്. സോ അതിന് തുടക്കം കുറിച്ച ഒരാൾ, സർക്കാർ ഓഡിറ്റിന് തുടക്കം കുറിച്ച ഒരാൾ എന്നൊക്കെ എനിക്ക് മുഹമ്മദ് റിയാസിനോടും ഒരു ഹാറ്റ്സ് ഓഫ് പറയാൻ തോന്നുകയാണ്. അദ്ദേഹം ഇന്ന് സമ്മതിച്ചല്ലോ, നന്നായി പോയി, ബാക്കി പാടിയിരുന്നില്ലായിരുന്നു പ്രശ്നമെന്ന്. സോ ഇത് കേരളത്തിലെ ഒരുമിച്ചുള്ള ഒരു പ്രതിരോധമായി കാണണം. കേരളത്തിൻ്റെ ഒരു പൊതുവികാരത്തെ അത് ഞങ്ങളുടെ ഒരു നയം എന്ന നിലയ്ക്ക് ലൂസായി കാണണമെന്നല്ല, സ്ട്രോങ് ആയി നടപ്പിലാക്കേണ്ടതാണ്. ഇതിൻ്റെ ബാക്കി ചാൻസ് പാടാൻ പാടില്ല എന്നുള്ളത് എന്ന് സർക്കാരിനെ കൊണ്ട് ചിന്തിപ്പിച്ചല്ലോ. സോ നല്ല ദിവസമാണ് ആ നിലയ്ക്ക് ഞാൻ പറയും. ഈ ഗവർണർ സംഘപരിവാറുകാരനാണ്, അദ്ദേഹത്തിൻ്റെ തിട്ടൂരം നിലനിൽക്കെയാണ് സർക്കാർ ഇത്തരം ഒരു തീരുമാനമെടുത്തത്. അതുകൊണ്ട് തന്നെ അത് മുഖ്യമന്ത്രി തന്നെ നൽകിയ നിർദ്ദേശമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബാൻഡ് മുഴുവൻ ആലപിക്കേണ്ടതില്ല, രണ്ട് ശ്ലോകം ചൊല്ലി നിർത്തിയാൽ മതിയെന്ന്. അത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു സുപ്രധാനമായ തീരുമാനമാണ്. മാത്രമല്ല ആ തീരുമാനത്തിനൊപ്പം പ്രതിപക്ഷം കൂടി നിൽക്കുന്നു. പ്രതിപക്ഷം നേരത്തെ ആവശ്യപ്പെട്ടതാണ് അതിലേക്കെത്ത്. ഈ വന്ദേ മാതരം ആലപിക്കാതിരിക്കുന്നത് ദേശവിരുദ്ധതയായൊന്നും കണക്കാക്കാൻ പറ്റില്ല എന്ന് ഈ രാജ്യത്തിൻ്റെ പരമോന്നത കോടതി തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്, സുപ്രീം കോടതി തന്നെ. പിന്നെ ഇത് കുത്തിക്കയറ്റാൻ നോക്കുമ്പോൾ അതിനൊപ്പം നിൽക്കാൻ കഴിയില്ല കേരളത്തിന് എന്നുള്ള സന്ദേശം കൂടിയാണ് ആർലേക്കർക്ക് നൽകിയിരിക്കുന്നത്. ഈ പണി പറ്റില്ല എന്ന് പറയുന്ന ഒരു കത്ത് അദ്ദേഹം ഇന്ന് അയച്ചിട്ടുണ്ട്. ഇന്ന് അവഗണിച്ചതുപോലെ തന്നെ സർക്കാരും പ്രതിപക്ഷവും അതിനെ അവഗണിക്കുന്നതാവും നല്ലത്. കാരണം വന്ദേ മാതരം എല്ലാ മതവിശ്വാസികൾക്കും വിശ്വാസപരമായി ഒരുപോലെ സ്വീകരിക്കാനാവില്ല എന്ന് നേരത്തെ തന്നെ വ്യക്തമായതുകൊണ്ടാണ് 2 ശ്ലോകം മാത്രം മതി എന്ന് തീരുമാനിച്ചത്. അങ്ങനെ ആ 2 ശ്ലോകം സ്വീകരിക്കുമ്പോൾ തന്നെ അത് രാജ്യത്തിൻ്റെ വൈവിധ്യത്തെയും എല്ലാം പ്രതിപാദിക്കുന്ന മേഖലയായതുകൊണ്ടാണ് അത് സ്വീകരിക്കുന്നത്. നേരത്തെ എന്തുകൊണ്ടാണ് വന്ദേ മാതരത്തെ സ്വീകരിക്കാതെ ദേശീയ ഗാനമാക്കാതെ ജനഗണമന എടുത്തത്? എന്തുകൊണ്ടാണ്? അതിലേക്ക് വരുമ്പോൾ അത് മതപരമായ പ്രത്യേക ചിഹ്നങ്ങളിൽ നിന്നൊക്കെ അകലം പാലിക്കുന്ന ഗാനം എന്ന നിലയിലാണ് ജനഗണമനയെ ദേശീയ ഗാനമാക്കി രൂപപ്പെടുത്തിയത്. അങ്ങനെയുള്ള ഒരു രാജ്യത്ത് സംഘപരിവാർ എന്തെങ്കിലുമൊക്കെ കുത്തിക്കയറ്റി കൊണ്ടുവരുമ്പോൾ അത് അധികാരത്തിൻ്റെ മുഷ്കുപയോഗിച്ചുകൊണ്ടാണ് കൊണ്ടുവരുന്നതെങ്കിലും അതിനെ പ്രതിരോധിക്കാൻ കഴിയണം. അങ്ങനെ പ്രതിരോധിക്കാൻ കഴിയുമെന്ന സന്ദേശമാണ് നൽകുന്നത്. വേണ്ടി വന്നാൽ അതിനെ നേരിടാൻ നമുക്ക് കഴിയും. കാരണം എന്തു പറഞ്ഞാൽ ദേശീയതയെ നിർബന്ധപൂർവം അടിച്ചേൽപ്പിക്കേണ്ട ഒന്നല്ല,
അത് വ്യക്തി സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടാണ് എന്ന നിലപാട് ദേശീയ തലത്തിൽ കോൺഗ്രസ് മുന്നേ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് സർക്കാരിന് ഇത്തരം ഒരു സമീപനം സ്വീകരിക്കാമായിരുന്നു. ആദ്യ സത്യപ്രതിജ്ഞയുടെ കാര്യത്തിൽ പറ്റിയ പാളിച്ച ഇത്തവണ പറ്റാതെ ഈ സർക്കാരിന് കാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വസ്തുതയാണ്. അവിടെ ക്രിയാത്മക പ്രതിപക്ഷമായി പ്രവർത്തിക്കാൻ സർക്കാരിനെ ആദ്യഘട്ടത്തിൽ പറ്റിയ പാളിച്ച ഇത്തവണ ആവർത്തിക്കാതിരിക്കുന്നതിലേക്ക് നയിച്ചത് പ്രതിപക്ഷത്തിൻ്റെ ഒരു ക്രിയാത്മകമായ ആ ഘട്ടത്തിലെ ഇടപെടലാണ് എന്ന കാര്യത്തിലും സംശയമില്ല. ഇത് ഒരുപക്ഷെ കേരളത്തിൻ്റെ ഒരു പ്രതിരോധമായി കൂടി നമ്മൾ കണക്കാക്കേണ്ടിയിരിക്കുന്നു.